ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് തൊട്ടാവട്ടെ എന്ന് വിചാരിച്ചു. മുഴുവനൊന്നുമില്ല, രാവിലത്തെ കാര്യങ്ങൾ മാത്രമേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാറില്ലല്ലോ, കാരണം എടുക്കാറില്ലാത്തത് വേറൊന്നും അല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞിനെക്കൂട്ടനൊക്കെ ഉറങ്ങുമായിരിക്കും, പിന്നെ നല്ല പണിയായിരിക്കും എനിക്ക് രാവിലെ. ഇനിയിപ്പോൾ തമ്പുരുവിന് ക്ലാസ് ഇല്ലല്ലോ, ഇന്ന് കർക്കിടക വാവിൻ്റെ അവധിയല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ രാവിലെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് സമയം കിട്ടുകയാണ് റെക്കോർഡ് ചെയ്തിടാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ ഞാൻ രാവിലെയാണ് കേട്ടോ വിളക്ക് വെച്ചിട്ട് കൂടുതലും പ്രാർത്ഥിക്കുന്നതൊക്കെ. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലളിത സഹസ്രനാമം വായിക്കണം എന്നൊക്കെ. അപ്പോൾ അത് ഞാൻ കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ തൊഴുപുഴ അമ്പലത്തിൽ പോയപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. പിന്നെ രാമായണവും കയ്യിലില്ലായിരുന്നു, അപ്പോൾ ഞാൻ രാമായണം ഒക്കെ ഇത്തവണ വാങ്ങിച്ചിട്ടാണ് വന്നത്. നാരായണീയം മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാമായണം വായിക്കാൻ തുടങ്ങി. പിന്നെ മനസ്സിന് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു എനർജിയാണ്, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ രാമായണം വായിക്കാൻ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കാൻ അങ്ങനെ നാരായണീയം ഒന്നും അതിൻ്റേതായ രീതിയിൽ അറിയില്ല, പക്ഷേ ഞാൻ വായിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാം ഇപ്പോൾ പഠിച്ചിട്ട് നമുക്ക് വായിക്കണമെന്നില്ലല്ലോ, വായിച്ച് നമ്മൾ പഠിക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കൂട്ടനാണെങ്കിൽ ഇന്ന് എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞിനെ എഴുന്നേറ്റ് വരികയാണെങ്കിൽ ഞാനിങ്ങനെ അവനെയും കൊണ്ടിട്ടാട്ടോ വിളക്ക് വയ്ക്കാനും നാമം ചൊല്ലാനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ചുമ്മാ ഞാൻ കുഞ്ഞിനെക്കൂട്ടനെ ഒന്ന് അവന് രാമരാമൊക്കെ ചെല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കിയത്. അപ്പോൾ അവൻ ആ ബുക്ക് എടുത്ത് കളിക്കണം കേട്ടോ. ഇങ്ങനെ ആങ്ങളെയും പെങ്ങളും കൂടി കളിച്ച് എൻ്റെ വിഷ്ണു സഹസ്രനാമം ഏതോ ഒരു വഴിക്കാക്കി. കുഞ്ഞിനെക്കൂട്ടനാണെങ്കിൽ നേരത്തെ നാമം ചൊല്ലാനിരിക്കുമ്പോൾ ആ ബുക്കിന് വേണ്ടിയിട്ട് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെക്കൂട്ടിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും ആ ബുക്ക് നശിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്നാൽ കുറേ സമയമായിരുന്നു കേട്ടോ ഞാൻ വിളക്ക് വെച്ച് നാമം ചൊല്ലാൻ തുടങ്ങിയിട്ട്. പിന്നെ അവധിയും കൂടെ ആയിരുന്നു, കുറച്ച് കൂടുതൽ സമയം നാമം ചൊല്ലിയേ. അപ്പോൾ അന്ന് ഇന്ന് നിർത്തിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോയതാട്ടോ. അപ്പോൾ നമുക്ക് വിളക്ക് അവിടെ വെക്കാനായിട്ട് സൗകര്യമില്ല, നമ്മൾ ചെറിയൊരു തട്ട് പോലെയാണ്. അപ്പോൾ നമ്മൾ നിലത്താട്ടോ വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ നിലത്ത് ഇങ്ങനെ വെറുതെ വിളക്ക് വെക്കാൻ കൊള്ളില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെക്കുന്ന ഒരു പീഠത്തിൻ്റെ വില ചോദിച്ചു. അപ്പോൾ അതിന് ഭയങ്കര റേറ്റ് ആയിരുന്നേ. അപ്പോൾ അത് അത്രയും വിലയുള്ള, ശരിക്കും അത്രയും വില അതിനില്ല, അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനെന്നാൽ കുഞ്ഞിനെ കൊണ്ട് ചന്ദനമൊക്കെ തൊടിച്ചേക്കാന്ന് വെച്ചു. രാവിലെ അങ്ങനെ കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ, നല്ല തണുപ്പാണ് ഇവിടെ ആ സമയത്തൊക്കെ. അപ്പോൾ അത്രയും നേരത്തെ കുളിപ്പിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ ഞാനാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വന്നാൽ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കുഞ്ഞിനെക്കൊണ്ട് ചന്ദനം തൊടിക്കാനായിട്ട്. കാരണം മിക്കപ്പോഴും അവൻ്റെ പേരിലായിരിക്കും പൂജ വഴിപാടൊക്കെ കഴിപ്പിക്കുന്നത്. അവരുടെ തമ്പുരുവിൻ്റെ അൻപിമോളുടെയും പേരിൽ കഴിപ്പിക്കാറുണ്ടെങ്കിലും എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള ഒരു പൂജയും വഴിപാട് കുഞ്ഞിനെക്കൊണ്ട പേരിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിപ്പിച്ച് കഴിയുമ്പം തൊടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. കാരണം കുഞ്ഞിനെക്കൊണ്ടിന് ഇപ്പം അത്ര എന്താ പറയുക അശുദ്ധിയുള്ള ആളൊന്നും അല്ലല്ലോ. നമ്മുടെ കുഞ്ഞിനെക്കൊണ്ടും ദൈവത്തിൻ്റെ ഒരാൾ തന്നെയാണ് അല്ലേ. അപ്പം എന്താ പറയുക, ഞാൻ എപ്പോഴും അവനൊരു ദൈവമായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത്. കുഞ്ഞിലേ തൊട്ട് ഞാൻ എപ്പോഴും അമ്മയുടെ ദൈവക്കുട്ടനെ എന്നൊക്കെ വിളിക്കും കുഞ്ഞിൻ്റെ കുട്ടനെ. കാരണം എനിക്ക് എപ്പോഴും അങ്ങനെയാണ് അവനെ പരിചരിക്കുമ്പോൾ എല്ലാം എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് പാലിളപ്പിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ചുമ അങ്ങ് വന്നതിന് ശേഷം പാലിളപ്പിച്ച് കൊടുക്കൽ സത്യം പറഞ്ഞാൽ ഞാൻ നിർത്തി. കാരണം എനിക്കറിയില്ല, പാല് കൊടുത്താൽ കഫക്കെട്ട് വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിനെ ആ പാലിനോട് എന്തോ ഭയങ്കര വിരോധം കാണിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്താ പറയുക, രാവിലെ അവന് കാപ്പി കൊടുക്കണം. അപ്പോൾ അധിക സമയമൊന്നും ആയിട്ടില്ല, എന്നാലും അവന് വിശപ്പായി വരുന്നതേ ഉള്ളേ. പക്ഷെ പാല് കൊടുക്കാത്ത സമയമായതുകൊണ്ട് അവന് ഞാൻ രാവിലെ തന്നെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ മിക്സി ചപ്പാത്തി ഒഴിക്കുന്ന മിക്സിയാണ്. അപ്പോൾ അതിൽ പണിയൊക്കെ പഠിക്കണമെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചപ്പാത്തി മേക്കറും കൂടി വാങ്ങിച്ചിട്ട് കുഞ്ഞിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും ചിക്കൻ കറിയുടെ ചാറൊക്കെ മതി കേട്ടോ അവന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ആസ്വദിച്ചൊക്കെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മിക്ക ദിവസവും ഇപ്പോൾ ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന പോലെ ചപ്പാത്തിയായി. അപ്പോൾ അന്ന് ഒരുപാട് നാളായിരുന്നു കേട്ടോ പൊറോട്ടയൊക്കെ എന്താ പറയുക വീട്ടിൽ വാങ്ങിച്ചിട്ട്. നമ്മളങ്ങനെ വാങ്ങിക്കലൊന്നുമില്ല, ഇപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ രാവിലെ കാപ്പിക്കൊന്നും വാങ്ങിക്കലൊന്നുമില്ല കേട്ടോ. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇവരെന്തെങ്കിലും കുഞ്ഞുണ്ണി അല്ലെങ്കിൽ അൻവിമോൾ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ ഇങ്ങനെ ഫുഡ് ആവില്ല കേട്ടോ. തമ്പുരൊക്കെ പോകുന്ന സമയമാകുമ്പോഴത്തേനും ആവില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ കാപ്പിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാറുണ്ടായിരുന്നേ. പക്ഷെ ഇപ്പം എന്താണോ ആ ഒരു, ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, വിളക്ക് കത്തിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് രാവിലെ എഴുന്നേക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ജോലികളെല്ലാം പെട്ടെന്ന് തീരുമോ. ഇത് ഞാൻ വീഡിയോ ഓടിച്ചിട്ടേക്കുന്നത്, ഇത്രയും സ്പീഡ് ഞാൻ പണിയെടുക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ എന്താ പറയുക, എത്ര വൃത്തിയാക്കിയിട്ടാലും തലേദിവസം രാത്രി ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കിടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കുന്നത് കാണുമ്പോൾ തന്നെ ആ ദിവസം തന്നെ പോയി എന്നങ്ങ് എന്താ പറയുക അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയിലെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തിടും. പക്ഷേ ഇപ്പോൾ കടയിൽ പോയിട്ട് വന്നപ്പോഴും പിന്നെ രാവിലെ അമ്പലത്തിൽ പോകാനുള്ള തിരക്കിനിടയ്ക്കും എന്തൊക്കെയോ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാം. ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ചില സമയത്ത് ഈ ഒരു വൃത്തിപ്രാന്തമുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആ പണി കഴിയട്ടെ ഈ പണി കഴിയട്ടെ എന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞു ഇരുന്നാലും എനിക്ക് വൃത്തിയാക്കാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങിയാലും വരുമ്പോൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താ പറയുക അങ്ങനെ പോകുമല്ലോ ചില ആളുകളൊക്കെ. പക്ഷെ എന്നെക്കൊണ്ട് അത് പറ്റൂല കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇവരെ രണ്ടുപേരെ ആദ്യം ഒരുക്കും, പിന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒതുക്കി, അതായത് ചോറ് കറികളെല്ലാം എടുത്ത് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ച് വെച്ച് എല്ലാ പാത്രങ്ങളും കഴുകി അങ്ങനെ വെച്ച് ഞാനായിരിക്കട്ടെ ഏറ്റവും ലാസ്റ്റ് റെഡി ആവുന്നത്. എനിക്ക് റെഡി ആവാനൊന്നും അധികം സമയമൊന്നും വേണ്ട. അതിനൊക്കെ എനിക്ക് എന്താ പറയുക നിമിഷ നേരത്തിനുള്ളിൽ ഞാൻ റെഡി ആവും. പക്ഷെ എൻ്റെ വൈകൽ എന്ന് പറഞ്ഞ് ഇതാണ് കേട്ടോ, ഈ പണികളൊക്കെയാണ്. ഒരു ഭയങ്കര ഇരുട്ട് പോലെ തോന്നുന്നുണ്ടല്ലേ. എനിക്കാണെങ്കിലും ഇപ്പം ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കിച്ചണിൻ്റെ ഭാഗം ശരിക്കും നല്ല ഒരു കുറച്ച് ബ്രൈറ്റ് കളറാണ് കേട്ടോ നല്ലത്. അതായത് വെള്ളയോ അങ്ങനെ നമ്മൾ വിചാരിക്കും വെള്ളയാവുമ്പോൾ അഴുക്കാവുമല്ലോ, പെട്ടെന്ന് അറിയൂലല്ലോ ബ്ലാക്ക് എന്നൊക്കെ. പക്ഷേ എല്ലാ കളറുകളും ഏത് ടൈലാണെങ്കിലും എന്താണെങ്കിലും അഴുക്ക് തന്നെയാണ് കേട്ടോ. ഏത് സ്ഥലത്താണെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് വെള്ളയൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തിടുമല്ലോ. എനിക്കിപ്പോൾ ഇവിടെ ഹോളിലെ ടൈലൊക്കെ ആണെങ്കിലും ഞാനൊരു ദിവസത്തിൽ എത്ര തവണയും അത് തുടയ്ക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രയും നമ്മൾ വൃത്തിയാക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ മക്കൾക്ക് എന്താ പറയുക അണുക്കൾ, അൻവിമോളൊക്കെ ആണെങ്കിലും കുഞ്ഞല്ലേ, അപ്പോൾ അവൾ എന്താ പറയുക അധികം അണുക്കളിലൊന്നും നടക്കുന്നുണ്ടാവില്ല. എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയ സ്ഥലത്തുകൂടി ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കുക അല്ലേ. നമ്മളിങ്ങനെ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് എപ്പോഴും വൃത്തിയാക്കാൻ സമയമില്ല അല്ലെങ്കിൽ പറ്റൂല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡാർക്ക് കളർ ടൈൽ ഇട്ടത് അല്ലെങ്കിൽ ഇടിച്ചതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് താല്പര്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു വൈറ്റ് കളറുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഫീൽ ചെയ്യും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിടുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. അതിപ്പോൾ നമ്മുടെ മക്കൾക്കാണെങ്കിലും ശരി, ഇപ്പോൾ കുഞ്ഞിനെക്കുട്ടനൊക്കെ ആണെങ്കിലും ശരി, ഇങ്ങനെ നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ പോലെയുള്ള മക്കൾക്ക് എപ്പോഴും കുറേ ലൈറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ നല്ലൊരു അന്തരീക്ഷമായിരിക്കും അവർക്ക് എപ്പോഴും ഇഷ്ടം. അപ്പം എന്താ പറയുക, നമുക്ക് ആ ഒരു കുറച്ച് ഏരിയയിൽ നമ്മുടെ കിച്ചണുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെക്കാമെന്ന് പറഞ്ഞാൽ അതും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ മുകളിൽ ഒരു വലിയ എന്താ പറയുക കബോർഡ് ഉണ്ട്, അതിൽ നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് വെച്ചേക്കാം. നമുക്ക് ഇവിടെ കയറി താമസിച്ചാണെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ശരിക്കും നമുക്ക് എന്താ പറയുക ഒരു കുഞ്ഞു വീട്ടിൽ എന്തിനാണ് ഇത്രയധികം പാത്രങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആവശ്യമില്ല അല്ലേ. നമുക്കൊരു ചെറിയ അളവിലുള്ള എന്താ പറയുക എപ്പോഴും എടുക്കുന്നത് തന്നെ എടുത്ത് ഉപയോഗിക്കുന്നു, അല്ലാതെ പുതിയ വലുതെടുക്കണം ചെറുതെടുക്കണം അങ്ങനെയൊന്നും ഞാൻ എന്താ പറയുക അങ്ങനെ മനസ്സിൽ ഓർക്കാറില്ല കേട്ടോ. ഞാനെപ്പോഴും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ചിലപ്പോൾ ഇനിയിപ്പോൾ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ ആവശ്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് ആവശ്യം വരുമല്ലേ അതൊക്കെ. പിന്നെ ഇങ്ങനെ ഈ ബ്ലാക്ക് കളർ ടൈൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കോൺട്രാക്ടറാണ് കേട്ടോ ഇത് ഏറ്റവും നല്ലത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഇഷ്ടത്തിനാണ് നമ്മളത് എടുത്തത്. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിന് എപ്പോഴും തോന്നുന്നു എനിക്ക് ആ വെള്ള ടൈൽ എടുത്താൽ മതിയായിരുന്നു. കാരണം അത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ വെള്ള വരുമ്പോൾ അടുക്കളയ്ക്ക്. ഇതും ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവിടെ കയറി താമസിന് വന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടൈലാണ് ഏറ്റവും ഇഷ്ടമായത്, കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. പക്ഷെ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഞാനിന്നിങ്ങനെ ടൈലിൻ്റെ കഥയൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണല്ലേ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കുഞ്ഞിനെക്കുട്ടൻ്റെ കഥയൊന്നും നിങ്ങളോട് പറയുന്നില്ലേന്നല്ലേ. അപ്പോൾ നമ്മളിന്നിങ്ങനെ മോർണിംഗിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ആ കാര്യങ്ങളങ്ങ് നിങ്ങളെ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീട്ടിൽ എത്ര ചെറുതാണെങ്കിലും എത്ര സൗകര്യങ്ങളില്ലെങ്കിലും നമുക്ക് നിന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം മണ്ണിൽ കാല് ചവിട്ടി നിന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു അഭിമാനം ചെറുതൊന്നും അല്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുറ്റത്ത് മറ്റൊരാളുടെ മണ്ണിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ സ്വന്തം മണ്ണിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. എന്താ പറയുക ഒരു കുഞ്ഞു വീടാണെങ്കിലും ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയ വീടാണെങ്കിലും ഒരു എന്താ പറയുക എത്ര മോശം വീടാണെങ്കിലും എത്ര മോശം പരിസരങ്ങളാണെങ്കിലും നമ്മുടേതെന്ന് പറയുന്ന ഒരു മുതൽ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വില വേറെയാണ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ ഒന്നുമില്ലേ എന്ന് വിലപിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടാണല്ലേ. ഞങ്ങൾക്ക് അതില്ല, ഞങ്ങൾക്ക് ഇതില്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ എത്ര സൗകര്യത്തിൽ ജീവിച്ചാലും ചിലർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ കാണുമ്പോൾ ചിരിയാണ് കേട്ടോ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇല്ലാത്തതിൻ്റെ വില അവർക്ക് അറിയില്ല. കാരണം അങ്ങനെ ഒരു ജീവിതം അവർ ജീവിച്ചിട്ടുണ്ടാവില്ല. അതായത് ഒന്നുമില്ലാത്തൊരു ജീവിതം അവർ ജീവിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എത്ര സൗകര്യങ്ങൾ കിട്ടിയാലും ഞങ്ങൾക്ക് ഇനിയും വേണം എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നത് അല്ലേ. ചിലർ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ. മിക്ക ആളുകളും എന്നെ പോലെയൊക്കെ ആയിരിക്കും കിട്ടുന്ന സൗകര്യത്തിൽ സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവുക അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക
വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമല്ലോ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പാത്രമൊക്കെ കഴുകുമ്പോൾ എപ്പോഴും വിചാരിക്കും വെള്ളത്തിൻ്റെ വിലയൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് പറയാനില്ല. കാരണം അതിന് മാത്രം നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരിറ്റ് വെള്ളത്തിനാണെങ്കിൽ പോലും. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. നമ്മുടെ തറവാട്ടിലെ തന്നെ കുളമാണ് കേട്ടോ. അപ്പോൾ അത് വലിയൊരു കുളമാണ്, അതിൻ്റെ അകത്ത് നിറയെ വെള്ളമാണ്. എത്ര വെള്ളം ഉപയോഗിച്ചാലും തീരില്ലാത്ത പോലെ വെള്ളമാണ്. അപ്പോൾ ഞാനിങ്ങനെ പാത്രം കഴിയുമ്പോൾ വെള്ളം തുറന്ന് വിട്ട് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഇത് അടച്ചേക്കാം. കാരണം വെള്ളത്തിനെന്ന് പറഞ്ഞാൽ അതിൻ്റേതായൊരു വിലയുണ്ട്. നമ്മളത് ഒരുപാട് അനുഭവിച്ച ആളുകളാണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കേ. കുഞ്ഞിനെ കൊണ്ട് ചെറിയ വിളികളൊക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ആ ഊ എന്നൊക്കെ വെക്കുന്നുണ്ടേ. അപ്പം എന്ന് പറഞ്ഞാൽ വിശക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇതും കൂടി വേഗം അങ്ങ് കഴിഞ്ഞിട്ട് വേണം വെള്ളവും കൂടി കുടിക്കാനുള്ളതേ വെച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവന് ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴത്തേനും കുറച്ച് പണിയൊക്കെ എന്താ പറയുക, ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പണികൾ നമുക്ക് നോക്കാം. രാവിലെ കാപ്പിക്ക് എന്തായാലും നോക്കണ്ട, ആൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ പൊറോട്ടയും സാമ്പാറും ഒക്കെയാണ് കേട്ടോ. പിന്നെ സാമ്പാറിനോട് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് അത്ര പ്രിയമൊന്നുമില്ല. പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. പൊറോട്ടയും ബീഫൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ മലയാളികളുടെ ഒരു എന്താ പറയുക വികാരം എന്ന് പറയാല്ലേ, പൊറോട്ടയും ബീഫും ഒക്കെ. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചുള്ളൻ ചെക്കനും അങ്ങനെയൊക്കെ തന്നെയാണ്. പൊറോട്ട, ബീഫ്, ചപ്പാത്തി, ചിക്കൻ കറി അതൊക്കെയാണ് ഇഷ്ടം. നമുക്ക് എന്താ പറയുക ഒരുമാതിരിപ്പെട്ട ആളുകൾ ഈ നോൺ വെജും വെജിറ്റേറിയൻ അല്ലാത്ത നോൺ വെജൊക്കെ കഴിക്കുന്ന ആളുകളില്ലേ, അവർക്ക് പൊതുവായൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങളോട്. അതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിനുകൂട്ടൻ ഇഷ്ടം. എനിക്കും ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ. അപ്പം നമ്മുടെ കുഞ്ഞിനുകൂട്ടനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇതുപോലെ നോൺ വെജൊക്കെ ഇങ്ങനെ ആസ്വദിച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ കുഞ്ഞിനുകൂട്ടന് ഇഷ്ടം. ഇവിടെ അൻവിമോളായിരുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് നോൺ വെജ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം ആ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലെ എനിക്ക് വിളക്ക് വയ്ക്കാനും നാരായണയും ജപിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നോൺ വെജൊക്കെ പരമാവധി കുറച്ച്, പച്ചക്കറിയൊക്കെ ഇങ്ങനെ കൂടുതൽ. പിന്നെ എനിക്ക് എന്തോ നോൺ വെജിനോട് വല്ലാത്തൊരു ഇഷ്ടക്കേടുമായിരുന്നു കേട്ടോ. ആ സമയത്ത് ആകെ കഴിക്കുന്നത് മുട്ടയൊക്കെ ആയിരുന്നു. മുട്ട അപ്പവും ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പോൾ പച്ചക്കറിയാണ് കൂടുതലും കഴിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും അൻവിമോൾ ഇനി പച്ചക്കറി ആയിരിക്കുമോ കഴിക്കുന്നത്. അൻവിമോൾ സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ അവൾക്ക് ഇഷ്ടമുള്ള എന്നാന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ആകെ വിശപ്പ് പിടിച്ച് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുന്നു എന്നല്ലാതെ പുള്ളിക്കാരി ഒന്നും തന്നെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാറില്ല കേട്ടോ. കുഞ്ഞിനുകൂട്ടനെ അങ്ങനെ ഇപ്പോഴാണ് കേട്ടോ കഴിക്കാൻ തുടങ്ങിയതാവും. അൻവിമോളും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കഴിക്കാൻ തുടങ്ങുമായിരിക്കും അല്ലേ. ഫുഡ് കഴിക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, നമ്മൾ കൊടുക്കുമ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കും, അല്ലാതെ ആ ഒരു പ്രായമായി വരുന്നേ ഉള്ളൂ അല്ലേ. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. ഞാനിങ്ങനെ വലിച്ചു വാരി വിശേഷങ്ങളൊക്കെ പറയുന്നതായിട്ടൊന്നും തോന്നണ്ട കേട്ടോ. കാരണം നമ്മൾ വല്ലപ്പോഴും അല്ലേ വീഡിയോ ഇടുന്നുള്ളൂ. അത് കാരണം ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ കിടക്കട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ്. കാരണം നമുക്ക് വീഡിയോയിൽ നിന്നുള്ളൊരു വരുമാനം വളരെയധികം അത്യാവശ്യമാണ്. കാരണം നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് യൂട്യൂബ് ഒരു വരുമാനമൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് വീഡിയോ കൂടി ഇടാതെ വരുമ്പോഴേ നമ്മൾ പിന്നോട്ടായി പോയി കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിന് ഭയങ്കര പ്രയാസമാണ്. കാരണം നമ്മളൊരു വിധം വലിയ സബ്സ്ക്രൈബർ കൗണ്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഒത്തിരി പേര് കയറി കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെ തീരെ വീഡിയോ ഇടാതെ പോകണ്ട, അതുകൊണ്ട് ഇടുന്ന ദിവസം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിലുള്ള കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ചിലർക്ക് നമ്മുടെ കുഞ്ഞിനെക്കൂട്ടനെ കാണാനും അവൻ്റെ തെറാപ്പി കാര്യങ്ങളൊക്കെ കാണാനുമാണ് ഇഷ്ടമേ. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തെറാപ്പി കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ചെയ്യുന്നില്ല. കാരണം അവന് നമ്മളൊരു ഓയിൽ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അത് ചെയ്തിട്ട് ഞാനിനി മറ്റേ നമ്മുടെ ഉഴിച്ചിൽ തെറാപ്പിയൊക്കെ ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഇതൊക്കെയാണ് കേട്ടോ. ഉഴിച്ചിലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്. നമ്മുടെ ഫിസിയോതെറാപ്പി പോലത്തെ കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ഇന്ന് ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. നമ്മുടെ ഈ രാവിലത്തെ ഈ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇന്ന്. പിന്നെ വരുമാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത്, നിങ്ങളിങ്ങനെ എന്താ പറയുക ഓൺലൈനിൽ കയറി എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വാങ്ങിക്കുന്ന ആളുകളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. എന്താ പറയുക ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഛേദമില്ലാത്ത ഉപകാരം എന്നൊക്കെ പറയില്ലേ. ഞാൻ ഏതെങ്കിലും വീഡിയോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും ഞാൻ ഈ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കുർത്തീസിൻ്റെ ചുരിദാറിൻ്റെയൊക്കെ ഞാനിങ്ങനെ വെറുതെ ഓരോ ഇങ്ങനെ ചുമ്മാ ടാഗ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര വിലയുടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ടാഗ് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കും നിങ്ങളിനി ഞാനത് വാങ്ങിച്ചിട്ടാണ് ടാഗ് ചെയ്യുന്നതെന്ന് വിചാരിക്കുമോ എന്ന് കുറയ്ക്കുക. എനിക്കാണെങ്കിൽ ഞാൻ വാങ്ങണ കുർത്തിയൊക്കെ ടാഗ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അതിങ്ങനെ ഇനി കണ്ടുപിടിക്കണം, എന്നിട്ട് ഞാൻ ടാഗ് ചെയ്യാവേ. എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് അതിൻ്റെ ലിങ്ക് ഇടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ പഠിച്ചു വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ അകത്ത് ഇങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിലേ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കുക. ഏത് ആപ്പിൽ നിന്നാണെങ്കിലും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ആ ഇടുന്ന ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കയറി പോയി കഴിഞ്ഞാൽ എന്ത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു തുക നമുക്കും കിട്ടും കേട്ടോ. അപ്പോൾ അത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് അത്യാവശ്യം ആ ഷോപ്പിങ്ങിൽ നിന്നും കിട്ടാറുണ്ടേ. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ പല്ല് തെപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ ഇങ്ങനെയുള്ള പല്ല് തേക്കൽ ഇപ്പം ഇല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇത്രയും രാവിലെ ആയതുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേന് നല്ല കൂർക്കം വലിച്ചിട്ട് ഉറക്കമായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് അവനെ കുളിപ്പിക്കാൻ പറ്റൂല ഇത്രയും രാവിലെ ആയതുകൊണ്ട്. അപ്പം എന്നാൽ കഴിക്കാൻ കൊടുത്തേക്കാന്ന് വെച്ചാൽ അല്ലേ നമ്മൾ കുളിക്കലും പല്ല് തേക്കലും ഒക്കെ മിക്ക സമയത്തും ഒന്നിച്ചാണ് വീഡിയോ ഓടിച്ചിട്ടേക്കുന്നതാണ്, നിങ്ങളിനി വിചാരിക്കല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കുട്ടിൻ്റെ പല്ലൊക്കെ ഇവിടെ നിന്ന് അങ്ങനെ അധികം തേക്കാറില്ല. കുളിക്കണ സമയത്താവുമ്പോൾ ചൂടുവെള്ളം വരുമല്ലോ. അപ്പോൾ ചൂടുവെള്ളം നമ്മൾ അവൻ്റെ വായിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് അത് അവൻ തുപ്പിക്കോളൂ കേട്ടോ. നല്ല തിളച്ച വെള്ളമൊന്നുമല്ല, അവന് വായിൽ കൊള്ളാവുന്ന ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ അവൻ്റെ പല്ല് നല്ല ക്ലീൻ ആവും. പക്ഷെ എനിക്കിപ്പോൾ ഇങ്ങനെ വാഷ് ബേസിൻ്റെ അവിടെ നിന്നിട്ട് പല്ല് തേപ്പിക്കൽ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് തുപ്പാൻ പാടാണ്. അവന് പച്ചവെള്ളം വായിൽ ഒഴിക്കണതും ഇഷ്ടമല്ല, നമ്മൾ അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ടേ. അപ്പോൾ ഇന്ന് ഫുഡ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ നിന്ന് പല്ല് തേപ്പിക്കുന്നത്. അപ്പോൾ അത് അത്ര പിടിച്ചിട്ടൊന്നുമില്ല ആശാനെ. കുഞ്ഞിനെക്കുട്ടിനെ സ്കൂളിൽ വിടാറില്ലേന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ പനി ജലദോഷമൊക്കെ വന്നതിന് ശേഷം നമ്മൾ സ്കൂളിൽ വിട്ടിട്ടില്ല. പിന്നെ ചുമയൊക്കെ ആയിരുന്നല്ലോ. പിന്നെ നമ്മൾ വിടാമെന്ന് വിചാരിച്ചിരുന്ന ദിവസം നമ്മൾ അന്ന് എന്തുകൊണ്ടോ ദൈവഭാഗ്യം കൊണ്ട് ഞാൻ വിട്ടില്ല. അന്ന് ഞാൻ ഉറപ്പായിട്ടും വിടണമെന്ന് പറഞ്ഞു. അന്ന് കുഞ്ഞിനെക്കൊണ്ട് അച്ഛൻ സ്കൂട്ടറും കൊണ്ട് പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വിടാതിരുന്നത്. അപ്പോൾ അത് ഇപ്പം എന്താ പറയുക 3-4 ദിവസമായി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണെങ്കിൽ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എന്താ പറയുക ആ ഒരു സംഭവം നിങ്ങളോട് പറയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ റെക്കോർഡ് ചെയ്തപ്പോൾ മറന്നുപോയേ. അപ്പോൾ ഇങ്ങനെ കുറേ ആംബുലൻസുകൾ ഇങ്ങനെ പോകാൻ കേട്ടോ. നിറച്ച് നിരന്ന് ഇങ്ങനെ ആംബുലൻസ് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഗ്രാമമായാലും ആംബുലൻസ് ഒക്കെ ഒരെണ്ണം പോയാലും ആളുകൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും അത് എന്താണ് സംഭവം, അല്ലെങ്കിൽ ഇതെങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒന്നിലധികം ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കുഞ്ഞിനെക്കൊണ്ട് സ്കൂളിലാണെങ്കിൽ ഭയങ്കരമായിട്ട് അടി നടന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടു. പല കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കേട്ടത്. അപ്പോൾ ഏതോ പേരൻ്റ് എന്തോ കുട്ടികളായിട്ടുള്ള ഇഷ്യൂ, അതായത് എന്തോ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള സൗഹൃദത്തെ ചൊല്ലി ഏതോ ഒരു പേരൻ്റ് കുട്ടിയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചെന്നോ അങ്ങനെ തിരിച്ച് ആ കുട്ടി അടിച്ച് കുറേ കുട്ടികളുടെ കണ്ണിലും മൂക്കിലൊക്കെ പോയി ശ്വാസം മുട്ടൊക്കെ വന്ന് അവർ എന്തോ ആവശ്യ നിലയിലായി. അങ്ങനെ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പറന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ സത്യം പറഞ്ഞ് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ കുഞ്ഞിനെക്കൊണ്ട് സ്കൂളിൽ വിട്ടായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ. കാരണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഇത്രയും വലിയ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. അത് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നു കഴിയുമ്പോൾ സാറുമാരൊക്കെ എന്താണെങ്കിലും സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നം നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുമല്ലോ. അപ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് അത് പ്രശ്നമല്ല. പക്ഷേ എൻ്റെ കുഞ്ഞിനെക്കുട്ടനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ പറയുക, അവന് മറ്റു കുഞ്ഞുങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ എത്ര ശ്രദ്ധിക്കുമെന്നോ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അവനെ ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ അവനെ ഒന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്ക് പിടിച്ച് വലിക്കാൻ തോന്നിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനല്ലേ, ഒന്നും ചെയ്തില്ലെങ്കിലും അവൻ സ്വന്തമായിട്ടൊന്ന് വീഴാൻ പോയെങ്കിലോ ആർക്കും അവനെ ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലേ. അത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറി കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കുക ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതുകൊണ്ടാണ് അന്ന് എനിക്ക് കുഞ്ഞിനെക്കൊണ്ട് അച്ഛൻ സ്കൂട്ടർ കൊണ്ട് പോയതുകൊണ്ട് അവനെ സ്കൂളിൽ കൊണ്ട് വിടാൻ പറ്റാതിരുന്നത്. അതിനുശേഷം നമ്മൾ ഇതുവരെയും വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി തിങ്കളാഴ്ച തൊട്ട് വിടണമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമെന്നല്ല, അങ്ങനെയൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ സോൾവ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ പറയേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഇങ്ങനെ പോകുന്ന കഴിയുമ്പോൾ ആ മാഷ് പറയാറുണ്ട് ആളെങ്ങോട്ടും പോകാറില്ല, കുഞ്ഞിനെ കൊണ്ട് എടുത്ത് തന്നെ ഇരിക്കും എന്നല്ല ആ ക്ലാസ്സിൽ തന്നെ നിൽക്കും, ഞാൻ ചെന്നതിന് ശേഷം ആളെങ്ങോട്ടെങ്കിലും മാറാറുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അവരത് അത്രയും കാര്യമായിട്ട് നോക്കും. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേ എന്താ പറയുക, നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും വന്നു പോയാൽ അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുക അല്ലേ. അപ്പം ഞാനിനി എന്താ പറയുക, ഒന്നെങ്കിൽ മഴ മാറിയെങ്കിൽ മാത്രമാണ് കേട്ടോ തിങ്കളാഴ്ച തൊട്ട് വിടുന്നുള്ളൂ. അവൻ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആ ഒരു സേഫ്റ്റി എവിടെ പോയാലും ഈ ലോകത്തിൽ എവിടെ പോയാലും എൻ്റെ കുഞ്ഞിനെ കിട്ടില്ല. അങ്ങനെ എന്താ പറയുക, ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സേഫാക്കി ഇരിക്കാൻ വേണ്ടി വെച്ചേക്കാം. അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട, നെഗറ്റീവായിട്ടൊന്നും ആരും വിചാരിക്കണ്ട. എന്താണെങ്കിലും ഈ ഒരു അവസ്ഥയിൽ എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു സേഫ്റ്റിയും സ്നേഹവും ഒക്കെ വേറെ ഒരിടത്തുനിന്നും കിട്ടൂല. അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ തിങ്കളാഴ്ച നമ്മളൊന്ന് എല്ലാം അതായത് മഴയൊക്കെ മാറി അത്യാവശ്യം വെയിലൊക്കെ ആണെങ്കിൽ വിടുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് സ്കൂളിൽ കൊണ്ടുവിടണം എന്താണ് വിടാതിരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴക്കാലം അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കുട്ടിൻ്റെ സേഫ്റ്റി നോക്കാതെ നമ്മളൊന്നും തന്നെ ചെയ്യില്ല കേട്ടോ. അവൻ്റെ സന്തോഷവും സുഖവുമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.